and drank all night. Acted all alright. Had no need to fight. Tonight. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഇന്നിപ്പോൾ ഇനി ഏത് ഇവൻ്റ് ഒന്നും എടുക്കുക, ഏതിലൊക്കെ ഇനി ഇവൻ്റ് ഓപ്പൺ ആക്കണം. എന്തായാലും ലക്കി റോയലിൽ അത്യാവശ്യം നല്ല ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കുറേ ഇവൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇവൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ സംഭവം ഇതാ 500 ഗോൾഡോ? അയ്യോ, ഗോൾഡൊക്കെ കയ്യോ, പെർമനൻ്റ് കണ്ടൊന്നുമില്ല അല്ലേ? അയ്യേ, വെറുതെ ഉടായ്പായിട്ട് 3 ദിവസത്തിന് 6 ദിവസത്തിനൊക്കെ ഉണ്ടാണെന്നുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ പെർമനൻ്റായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. അയ്യേ എനിക്കൊന്നും വേണ്ടത്, എനിക്ക് ഡയമണ്ട് പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ മതി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇന്നിപ്പോൾ ഗ്യാസിന് മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അവൻ പറഞ്ഞേ, എടാ അന്ന് ഒരു ഉച്ചക്ക് ഒരു വാറുണ്ട്, ഇറങ്ങിത്തരണം, ഓല ഗിഡിൽ പ്ലേയേഴ്സ് ഇല്ലാത്രേ, അപ്പോൾ ഇന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇറങ്ങി കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? നമ്മൾ ചെറുക്കന്മാരൊന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കട്ടെ, അവന്മാരൊക്കെ എവിടെയാണാവോ? എടാ അവന്മാർ ഇതാ 2 ഓൺലൈനുണ്ടല്ലോ, അതാ 2 വന്നല്ലോ. ഹലോ എടാ, എന്നീ ഗ്യാസിൻ്റെ വാറുണ്ടത് വിളിച്ചൊക്കെ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നവന്, എടാ വാറിന് ഇറങ്ങി താട്ട് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇറങ്ങി കൊടുക്കാൻ പോവാ കേട്ടോ. എടജിപ്പം എമ്മാർ തള്ളട വീർണത്, തള്ളു വീർണതിന് പരിധി വേണ്ടേ മന്ദേ? അത് കാര്യം പറയട്ടെ, 10 മിനിറ്റ് മുമ്പ് ഗ്യാസ് എൻ്റെ ഒപ്പം കളിച്ചിരുന്നു. ഓ പറഞ്ഞത് വാറൊന്നുമില്ല, എൻ്റെ അടുത്ത് 4 മണിക്ക് വേറെ വാറുണ്ട്, അതിന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞ അത്ര. ഉച്ചക്കൊന്നും വാറില്ല, ഒന്ന് പോടാറുന്ന് നോണ പറയണ്. ഇജൊക്കെ ഗ്യാങ്സുകാരൻ്റെ ഒപ്പമല്ല കളിക്കണത്, ഒന്ന് പോടാറുന്ന്. ഇന്നലെ വാസിമോസ് റിയാക്ട് ചെയ്തു, അനക്ക് വല്ലതും അറിയോ? എമ്മോരി റിയാക്ട് ചെയ്യുന്നു, അങ്ങോട്ട് പൊക്കിയിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് എൻ്റെ സ്കില്ലും എൻ്റെ കളിയൊക്കെ കണ്ടിട്ട് ഓനിക്കണ അന്തം വിട്ടേക്കോന്. ഓ പിന്നെ അന്നൊക്കെ വാസിമോസ് റിയാക്ട് ചെയ്യാൻ നിൽക്കാത്രേ, ഒന്ന് പോടായിരുന്നു. വാസിമോസ് മെസ്സേജ് അയച്ചിരുന്നു. ഓൻ പറഞ്ഞു അടുത്ത് ഞാനാണ് നല്ല പ്ലെയറിനെ, ഇനി ഏതാണ് റിയാക്ട് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞു ഇന്നെ റിയാക്ട് ചെയ്തു, വിഷയമൊന്നുമില്ല, ഇന്നാണ് റിയാക്ട് ചെയ്ത് പറഞ്ഞു. നമ്മളൊക്കെ അത്ര കമ്പനിക്കാരാണ്, ഞങ്ങൾ ഡാപ്പോടെ ബന്ധാണ്. നിനക്കൊക്കെ എന്താ അറിയാ? എടാ ഈ വസിമോസിൻ്റെ മേലുള്ളവരാണ് ഈ വിൻസൻസോയും ഒക്കെ, മനസ്സിലായോ? വിൻസൻസൊക്കെ നമ്മളെ കമ്പനിയാണെന്നോ. ഓ പറഞ്ഞത് എന്താണെന്നോ, എടാ അജ്ജി ഞങ്ങളുടെ സർവർക്ക് പോര്, എനക്കാണ് ഇവിടെ ഒരു ഫസ്റ്റ് സെറ്റുള്ള അക്കൗണ്ട് ഉണ്ട്, എനിക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞവന്. എടാ ഇന്നെ ക്യാൻസൽ വിളിക്കണ്ടോ, ഞാൻ പോകട്ടോ, ഞാൻ പിന്നെ വരാം. ഓക്കെ, ഞാൻ പോവുകയാണ്. ആടാ ഓക്കെടാ, എന്നാ ഇപ്പോൾ പോയിക്കോ ക്യാൻസൽ ചെയ്യണ്ടപ്പം. ഞാൻ പിന്നെ ഒന്ന് കളിച്ചോണ്ടാവാൻ പോയവന്. എടാ അവൻ പോണി പോട്ടെ, ഇന്ത്യയിൽ ഗ്യാങ്സുകാരൻ്റെ ഗിൽഡിലുള്ള ഒരുത്തുണ്ട് എൻ്റെ അതിൽ, ഞാൻ ഇപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. എന്താ ന്യൂബമാരെ എന്നെ ഇൻവൈറ്റ് ചെയ്തത്? നീ പേരൊക്കെ മാറ്റി, നിനക്ക് എവിടുന്ന് ഈ നെയിം കാർഡൊക്കെ കിട്ടുന്നത്? പെരുക്ക് ഗ്യാറേന്ന് ഏതാ നീ എന്താ ഈ പേരൊക്കെ ഇട്ടിക്കണ് വാട്ടനൂപേ? എടാ ഇവനക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഗരേണ പാർട്ണർഷിപ്പിൽ അംഗമുള്ള കാര്യം. എടാ ഞാൻ ഗരേണ പാർട്ണർഷിപ്പിൽ അംഗമുണ്ടോ? ഞാനേ അനക്കറിയൊന്നുമില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു 2 നെയിം കാർഡ് എന്നാ പറഞ്ഞു. ഓല് പറഞ്ഞു ടപ്പ് ചെയ്യാറുണ്ട്, അപ്പം തരാറുണ്ട്. മെയിൽ ബോക്സിൽ നോക്കിയപ്പോൾ 2 നെയിം കാർഡ് നടക്കണ്. ഒന്നേറ്റേക്കന്നെ ഒന്ന് ഇടാലോ. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ നമ്മൾ 2 ചങ്കുകൾ, നമ്മൾ ഗ്യാങ് സുജാനും അതുപോലെ റെയ്സ്റ്റാറും ഒക്കെ നമ്മളെ ചങ്കുകളാണ്. എടാ തക്കാളി മോറ, നീ അല്ല പറഞ്ഞത് ഇവൻ ക്യാൻസറിന്റെ ഗിൽഡിലാണെന്ന്? എന്നിട്ട് ക്യാൻസറിന്റെ ഗിൽഡിൽ വരെ കേരളത്തിന് വേറെ വലിയ ഗിൽഡിലാണല്ലോ ഇവന്. നീ എന്താ തള്ളണേ? ആര് ഗ്യാങ്സിനെ ഗിൽഡില്? ഞാനോ? അതോ ഇത് ഈ നൂബോ? ബ്രോ ഇവൻ പറഞ്ഞു നിങ്ങൾ ക്യാൻസറിന്റെ ഗിൽഡിലാണെന്ന്. അപ്പൊ അതുകൊണ്ടല്ല ഇപ്പൊ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലുള്ള നൂബിസിനൊക്കെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യോ? അയ്യേ ശേ. എടാ ഇയാൾ ഫസ്റ്റ് ക്യാൻസർ ഗിൽഡിൽ നിന്നോടാ, ഇയാൾ ഇപ്പം ഇറങ്ങിയേക്ക് തോന്നണോ? നല്ല പ്ലെയറിനെ കണ്ടിട്ട് തോന്നണേ. ഇനി കളിച്ചാൽ മതി, നമ്മളത്ര കളിച്ചു പോവും ഇനി. എടാ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഈ തലക്ക് സുഖമൊന്നുമില്ലേ? നൂബമാരുടെ പ്രാന്തായി നിങ്ങൾക്ക്. അയ്യേ, നിങ്ങൾ എന്തൊക്കെ ഈ പിച്ചും പയ്യും പറയണ്? ഏതാ ഇവൻ എന്തൊക്കെ പറയണേ? എന്ത് പിച്ചും പയ്യും ബ്രോ? ഞങ്ങളൊക്കെ ഗ്യാസുകാരന് റൈസാറിന് വാസിമോസിന്റെ കട്ട സംഘങ്ങളാണ്. എന്നിട്ട് ഞങ്ങൾ ഈ നൂബ് അക്കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ അക്കൗണ്ട്, ഞങ്ങൾ വെറൈറ്റി അക്കൗണ്ടാണ്. എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോൾ ഒന്ന് കളിച്ചാൽ പോലും എത്തത്തോലും ഇല്ല. നീയും നിന്നെ പോലെ നൂബിൻ്റെ ഓരോ കോസ്റ്റ്യൂം ഇട്ട് നീ വന്നോളൂ. ഇടത്തിൽ ആരെ നൂബ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാലോ. വെറുതെ കറന്ന് സംസാരിക്കല്ലേ പ്ലീസ്. ഒന്ന് പോരാടുന്നത്, ഞങ്ങളെന്നെ ലുക്ക് കിട്ടും. ഞങ്ങൾക്ക് വാസിമോസിൻ്റെ ഒപ്പമുള്ള ആൾക്കാരാണ്, ഞങ്ങളടുത്ത് വലിയ ഏറ്റുമുട്ടാൻ നിൽക്കണം. നീ ഇതേ ഒരു ക്ലാസ് കൂടുതൽ കളിയടാ നീ. എന്നിട്ട് ഞങ്ങളെക്കാളും കൂടുതൽ കില്ല് നീ എടുക്ക്, എന്നാൽ നീ ഞങ്ങൾ പ്രോ എന്ന് പറയാം. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ തന്നെ വിൻസെൻസോന്റെ ഗിൽഡൊക്കെ കയറ്റാം. എടാ വിൻസെൻസ് വേറെ സർവറുടെ മന്ദേ, നമ്മൾ ഇന്ത്യ സർവർ പോലെ വേറെ സർവറാണേ. നിനക്ക് തലക്ക് സുഖം വിറ്റൾക്ക് എന്തീ പറ്റിയിരിക്കണ്?
എന്നിട്ട് കളി സ്റ്റാർട്ട് ചെയ്യും. ഓരോരോ അന്തം കമ്മികൾ വന്നോളൂ. ഒന്ന് പോണായിരുന്നു. ഞങ്ങൾ വിൻസെൻസോനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിൻസെൻസോനെ കാണിട്ടോ. ഇന്ന് വൈകുന്നേരം ഓർക്ക് മെസ്സേജ് അയക്കണ്ട് ഞാൻ. ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇവന്ന് നമ്മളെ വിൻസെൻസോനൊക്കെ കുറ്റം പറഞ്ഞാൽ എന്താണ്? ഇവർക്ക് എന്ത് യോഗ്യത ഉള്ളത്? മന്ത് ഓരോ നൂബിൾ വന്നു ഫസ്റ്റ് തന്നെ നോക്കായില്ലോന്. എന്നിട്ടല്ലേ ഇപ്പോൾ ഇതപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ട്. നോയിക്കട്ടോ ഞങ്ങൾ ചെറുക്കതപ്പോൾ കൊല്ലും നോക്കോ. ഇനി ഒറ്റപ്പെടാറും കൂടെ അടിക്കണവനെ അവനെ അടിച്ച് തല വിളിക്കടാ. എടാ നിങ്ങൾ ഈ തൊള്ള പൂട്ടാണ് ഞാൻ എന്താ തരേണ്ടത്? വല്ലാത്ത ഇടങ്ങാറായാലും നിങ്ങളെയും കൊണ്ട്. കളിക്കാൻ വയ്ക്കത്തില്ലേനു. എന്നിട്ടോ ഓരോക്കിൻ്റെ തൊള്ളയാണ് അവന്. എടാ നിങ്ങൾക്ക് വല്ല യൂട്യൂബ് ചാനലുണ്ടോ 10 ലക്ഷത്തിൻ്റെ വല്ലതുള്ളത്? ഇങ്ങനെ തൊള്ള അറിയാൻ വേണ്ടിയിട്ടേ വല്ലാത്ത ഇടങ്ങാറാട്ടങ്ങളെയും കൊണ്ട്. എടാ എനിക്കില്ല, ഇവനുണ്ട്. ഇവനക്ക് 10 ലക്ഷം ആയിക്കൊണ്ട് സബ്. ഇവനക്ക് ക്യാഷ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇവനക്ക് എത്ര രൂപ കിട്ടണേ? ഇവനക്കൊരു മാസം 5 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ട്. നീയൊക്കെ എന്താ കുറിച്ച് കരുതിക്കണേ ഞങ്ങളെ പറ്റിയിട്ട്? ഓണാവുന്നു നൂബേ. അതൊക്കെ ഇവനോട് പറഞ്ഞ എന്താ കാര്യം? കാട്ടുനൂബിൻ്റെ അടുത്ത് അയ്യേ ഞാൻ വിശ്വസിച്ചു. എടാ നിങ്ങളെയും കൊണ്ടല്ലോ ഉണ്ട് നിങ്ങൾ പറയാൻ പറ്റുമോ? എൻ്റെ പൊന്നടാവേ എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയണത്? ഏതാ ഇവന്? നമ്മള് സത്യം പറഞ്ഞാൽ നോണാ. ഇവനൊക്കെ ഏതാ ഇവന്? ഇവനൊക്കെ എവിടുന്ന് കിട്ടിയാണാവോ? എടാ നിന്നെ വല്ല കളന്ന് കിട്ടിയാണോ നിന്നെ? എടാ നൂബാണ് നോക്കൂല്ലോ, ചേവാലം കുട്ടി അടിച്ചാൽ കലക്കും ഞാൻ കേട്ടോ. പൊളി വർത്താനം പറഞ്ഞാല്. എടാ നീ ഞങ്ങൾ പറയുന്നത് കേട്ടില്ല കേട്ടോ. ഞാൻ മാത്രം നിനക്ക് ലൈക്ക് തന്നിട്ട് ഓർമ്മ കാണാൻ നിനക്ക്. മറ്റവനാണ് ഇപ്പോഴും ലൈക്ക് തന്നിട്ടില്ല നിനക്ക്. ഈ പലകനൂമിനൊക്കെ എങ്ങനെ കൊടുക്കുക? ഈ പലകനൂമിനൊക്കെ അയ്യേ നിനക്ക് കാര്യം ലൈക്ക് കൊടുക്കും. എന്റെ കളി നോക്കി നോക്ക്. ഇവനെന്തീ കാടേ? എടാ നീയൊക്കെ എന്ത് കണ്ടിട്ട് ഈ ഡയലോഗ് അടിച്ചത്? എടാ നിങ്ങൾക്ക് അറിയില്ലടാ നിങ്ങൾ നൂബളാണെന്നുള്ള കാര്യം. എന്നിട്ടാണ് നിങ്ങൾ ഇമാര് ഡയലോഗ് അടിക്കണേ. ഒന്ന് പോണേ. നിങ്ങൾ ഇത്ര നേരമായിട്ട് ഒരു ഡാമേജ് പോലെ നിങ്ങൾ എടുത്തുക്കണോ? എന്നിട്ട് നിങ്ങൾ തൊള്ളക്കൊരു കുറവില്ലല്ലോ. എടോ നീ അങ്ങനെ പറയരുത്. നിന്നെ ഞാനാണ് ഞങ്ങളെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്, മനസ്സിലായില്ലേ? വേറെ ആരും കിട്ടാത്തതുകൊണ്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. ഗ്യാങ്സ്റ്റർ റേസറൊക്കെ എല്ലാവരും ആണ് കളിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിന്നെ ഇൻവൈറ്റ് ചെയ്തത്. നീ വല്ലാണ്ട് ഡയലോഗ് അടിച്ചാൽ നിന്നെ ഞങ്ങളിപ്പോൾ കിക്ക് ചെയ്യും കേട്ടോ. നീ വല്ലാണ്ട് പ്രാന്താക്കാൻ നിൽക്കണ്ട ഞങ്ങളെ. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ കിക്ക് ചെയ്ത് ഞാനങ്ങോട്ട് കരയും. ഞാനിപ്പോൾ ഒന്ന് പോടാൻ നൂബലെ അവിടുന്ന്. എടാ നിങ്ങളെ കാറാ നിങ്ങളെ പോതി. എന്നിട്ട് നിങ്ങൾ തൊള്ളയടിക്ക് ഒരു കുറവില്ല. ഗ്യാങ്സ്റ്റർ റേസറൊക്കെ അവന്മാർക്കൊക്കെ നിങ്ങൾ അറിയോ? എന്നിട്ടാണ് ഇങ്ങനെ കാണുന്ന ഡയലോഗ് അടിക്കണത്. ഒരു ഡയലോഗ് ഒരു കാര്യമൊന്നുമില്ല. ഇവനെന്ത് ഈ കാട്ടണം? എടാ നേരവണ്ണം അടിക്കട മേത്ത് നോക്കിയിട്ട്. എടാ ഞാൻ അടിക്കും, മനസ്സിലായി? ഞാൻ അടിക്കും നോക്കോ. അവന്റെ മേത്ത് കണ്ട തലമണ്ട ഞാൻ അടിച്ച് വിളിക്കും. ഓക്കെ നീ വല്ലാണ്ട് ഡയലോഗ് ഒന്നും ഇടല്ലേ. എനിക്കിട്ടിടാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? അയ്യോ എല്ലായിടത്തും എനിമിണ്ടല്ലോ. എടാ ഒരു നല്ല പ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടെന്നോ? ഫ്രണ്ടിക്ക് എനിമീസ് തന്നെ അടിക്കാനുള്ള ഒരു മനക്കെടുത്ത് വേണം. അല്ലാണ്ട് ഓടി ഒളിക്കല്ല വേണ്ടത്. എന്നിട്ട് നീ തൊള്ളക്കൊരു കുറവില്ലല്ലോ. നീ നോക്കല്ലേ? സമാധാനമായി അങ്ങനെ തൊള്ളപ്പൂട്ടനെ നിർത്തുമല്ലോ. നീ എൻ്റെ കളിയിരുന്ന് കാണും. ഓക്കെ രണ്ടാളും എന്തൊക്കെ ആയിരുന്നു അന്നാ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാള് തൊള്ള തുറക്കണില്ലല്ലോ. ഇപ്പൊ എടാ നീ എന്താ കരുതിക്ക് ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ വെക്കാത്തോണ്ടാണെന്നോ? എടാ ഞങ്ങൾക്ക് ബിജുക്ക് ഇറങ്ങണോ അല്ലെ സംസാരിക്കരുത് ഇറങ്ങണോ? അതോടെ ഞങ്ങൾ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? ഞങ്ങൾ അതേ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. ഇപ്പൊ നിന്നെ പോലുള്ള ഒരു ആൾക്കാരൊക്കെ ഞങ്ങൾ സംസാരിച്ചാല് അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. മടുത്തു സംസാരിച്ചത്. മടുത്തു എന്ന് പറഞ്ഞാലും മതിയോ? ഇവനൊക്കെ എന്തീ കാട്ടണേ? ഇവനെ നേരെ എനിമീസിനെ അടിക്കാൻ വയ്ക്കത്തില്ല ഇവനൊന്നും. എന്നിട്ട് ഇവൻ പട്ടി ഷോ കാട്ടണേ. കിട്ടിയില്ലേ? സമാധാനം. നീ കളി നിർത്തി ബാക്ക് അടിച്ച് വെക്കും. നീയാണല്ലോ കോടതി. ഒന്ന് പോടൊക്കെ അവിടുന്ന്. ഇതൊക്കെ കുറെ കഴിഞ്ഞ് വന്നായിട്ട് ഞാന് നിന്നെ പോലെ ഈ പ്ലെയറിന് അങ്ങനെ തന്നെയാണല്ലോ. ഒന്നും സംസാരിക്കണമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ ഭയങ്കര തൊള്ള. ഏതാ മറ്റവനവനക്ക് എന്റെ റേഞ്ച് അറിയില്ല തോന്നുന്നു കേട്ടോ. ഇൻവൈറ്റ് ചെയ്യണ്ടല്ലോ. എടാ നിങ്ങൾ ആരൊക്കെ ഫ്രണ്ടാന്ന് പറഞ്ഞു? എന്റെ ഫ്രണ്ടിക്ക് ഇതിൽ ആരൊക്കെ ഉണ്ടടാ? അതൊക്കെ എന്തെങ്കിലും ഇപ്പൊ നിന്നോട് പറയണേ. ഞങ്ങളിത് വാസിമോസ്, അതേപോലെ തന്നെ റേസ്റ്റാർ, ഗ്യാങ്സ്റ്റാർ, അങ്ങനെ കേരളത്തിന് ഇന്ത്യയിൽ തന്നെ പല അടിപൊളി യൂട്യൂബേഴ്സ് ഞങ്ങളിലുണ്ടാ. നീയൊക്കെ എന്താ കരുതിക്കണേ? കാട്ടിനൂപേ നിനക്ക് ഞങ്ങൾ അറിയാണ്ട് ഇൻവൈറ്റ് ചെയ്താണ്. ഞങ്ങൾ എന്നെ കിക്ക് ചെയ്യാൻ പോവാണ്. ഒന്ന് ഇറങ്ങിപ്പോകോ പ്ലീസ്. അറിയാണ്ടൊന്ന് ഇൻവൈറ്റ് ചെയ്താണ് ഈ ചെറുക്കനെ. ഇതാണ് ഈ തൊള്ള പറഞ്ഞിട്ട് കൊണാന്ന് പറഞ്ഞിട്ട് ബ്രോ ഒന്ന് നിർത്തി ഇറങ്ങി പോവുക പ്ലീസ് ബ്രോ. ഞങ്ങൾക്കൊരു വാറുണ്ട് റേസ്റ്റാറിൻ്റെ ഒപ്പം ഗ്യാങ്സ്റ്ററിൻ്റെ ഒപ്പം. ഞങ്ങളത് കളിച്ചിട്ട് വരാം. ഓക്കേടാ ഞാനായിട്ട് നിങ്ങൾ വെറുതെ വാറ് ഇതാക്കിച്ചില്ല. അപ്പൊ എന്നാ ഞാൻ റൈഡാ. ശരിയാടാ എന്നാ. എടാ ശരിയടാ രണ്ടാക്കും. ഓക്കെ ബായ്. പടാ.